സമസ്തയിലെ CPIM വിഭാഗത്തിൻ്റെ നേതാവായ മുക്കം ഉമർ ഫൈസി. സത്യം പറഞ്ഞാൽ ഇതൊരു ദുരാരോപണമായിട്ട് എനിക്ക് തോന്നിയത്. ബഹുമാന്യനായ ഉമർ ഫൈസി ഉസ്താദ് അദ്ദേഹം ഒരു CPM കാരനാണോ? അല്ലല്ലോ. അദ്ദേഹം സമസ്തയുടെ മുശാവറ അംഗങ്ങളിൽപ്പെട്ട ഒരാളാണ്, കഴിവുറ്റ പണ്ഡിതനാണ്. സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല, നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അടിസ്ഥാനപരമായി ഇല്ല കേട്ടോ. എന്നാൽ വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം. അതിപ്പോൾ ഏത് രാഷ്ട്രീയമാണെങ്കിലും ഇന്ത്യയിലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാകാത്ത ഏത് രാഷ്ട്രീയവും മതേതര മൂല്യങ്ങൾക്ക് അനുസൃതമായി പണ്ഡിതന്മാർക്ക് സ്വീകരിക്കാം. അവൻ്റെ മതകീയ ചിഹ്നങ്ങൾക്ക് കോട്ടം വരുത്താത്ത ഏത് രാഷ്ട്രീയത്തെയും അനുകൂലിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തിലെ. ഇനിയിപ്പോൾ ഉമർ ഫൈസി ഉസ്താദ് CPM കാരനാണെങ്കിൽ ആർക്കാണ് പ്രശ്നം? അങ്ങനെ ഉണ്ടോ? ഏതായാലും ഉസ്താദ് CPM കാരനൊന്നുമല്ല. അദ്ദേഹം ഒരു കറകളഞ്ഞ സമസ്തക്കാരനാണ്. എന്നാൽ അതോടൊപ്പം പല പ്രസംഗങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട് ഉമർ ഫൈസി ഉസ്താദ് ഞാൻ ലീഗുകാരനാണെന്ന് പറയുന്നത്. നോക്കുമ്പോൾ അദ്ദേഹം ഒരു ലീഗുകാരൻ തന്നെയാണ്. ലീഗിനോട് സ്നേഹമുള്ള, മുസ്ലിം ലീഗ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പണ്ഡിതൻ കൂടെയാണ് അദ്ദേഹം. പിന്നെന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ആളുകളെ CPMലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ചൂണ്ടയായി ഉമർ ഫൈസിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു CPM. കുറച്ചൊക്കെ ലോജിക്ക് വേണ്ടേ സഹോദരങ്ങളെ? അപ്പോൾ നിഷ്പക്ഷമായി നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു സംഗതി, അദ്ദേഹം ഒരു നല്ല മനസ്സുള്ള മനുഷ്യനാണ്. ആര്? ഉമർ ഫൈസി ഉസ്താദ്. അദ്ദേഹം ആഗ്രഹിക്കുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, പഴയകാല ലീഗും പഴയകാല സമസ്തയും തമ്മിൽ വല്ലാത്തൊരു ബാന്ധവം ഉണ്ടായിരുന്നു അല്ലേ? ബഹുമാന്യനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ, വേണ്ട ഇപ്പോൾ ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഹൈദരലി തങ്ങളുടെ അടക്കം കാലഘട്ടത്തിൽ, മതപരമായ ഏതൊരു വിഷയവും പാണക്കാട്ടെ സാദാത്യങ്ങൾ ചോദിച്ചത് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയോടാണ്. മുശാവറയോട് ആലോചിക്കാതെ മതപരമായൊരു സംഗതിയിൽ ലീഗ് ഇടപെടുന്നത് വളരെ വിരളമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയല്ലാത്തൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വാഭാവികമായൊരു വേദന ഉണ്ടായിട്ടുണ്ടാകണം. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ പഴയകാലത്ത് ഉണ്ടായിരുന്നൊരു ബാന്ധവം തിരിച്ചു വരണം. മുസ്ലിം ലീഗ് നേരായ മാർഗത്തിൽ പോകണം. മുസ്ലിം ലീഗിൽ കറ പുരളാൻ പാടില്ല. അത് സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയായി എന്നെന്നും ഒത്തൊരുമിച്ച് നിലനിൽക്കണമെന്ന ഒരു ആഗ്രഹമാണ് ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആരും കമ്മ്യൂണിസ്റ്റ് ആലയിലൊന്നും കൊണ്ടുപോയി കെട്ടേണ്ടതില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ ആകുന്നില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതുപോലെ ലീഗായും സമസ്തയായും നിലനിൽക്കട്ടെ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളായിരുന്ന കാലഘട്ടത്തേക്ക് ഓർത്തുകൊണ്ട് സഹകരിക്കാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ സഹകരിക്കണം. അല്ലാത്ത ഇടങ്ങളിൽ സഹകരിക്കാൻ പറ്റുന്നില്ലേ? നിലപാട് ഉറപ്പിച്ച് നിൽക്കാൻ കഴിയണം. നമ്മളൊരു നിലപാട് ഇവിടെ പറയാം, എന്നിട്ട് മാറി എന്നിട്ട് വേറെ പറയാം. അങ്ങനെ ആകരുത്. സമസ്ത എന്ന് പറയുന്നത് ഒരു അന്തസ്സുള്ള പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് അങ്ങനെ തന്നെ. പറയുന്ന നിലപാടുകളിൽ കൃത്യത വേണം. പിന്നെ നിങ്ങൾക്കിടയിൽ എല്ലാ സൗകര്യങ്ങളും പരസ്പരം സംസാരിക്കാനുണ്ടായിരിക്കുക. നമ്മൾ പരസ്പരമുള്ള പോരായ്മകൾ, ന്യൂനതകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വിളമ്പേണ്ട കാര്യങ്ങളില്ലല്ലോ. പരമാവധി അത് ഭംഗിയായി തീരട്ടെ. മതനിയമങ്ങൾ മുഖം നോക്കാതെ, ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കാതെ ഓപ്പണായി പറയാൻ കഴിയണം. അത് ആരെക്കുറിച്ചാണെന്നുള്ള ജനങ്ങൾക്ക് ബോധ്യമാകുമല്ലോ. പക്ഷേ നമ്മുടെ വായിൽ നിന്ന് ഇന്നാലിന് ആളെന്ന് പറയേണ്ടതില്ലല്ലോ. ആളുകളത് മനസ്സിലാക്കിക്കോട്ടെ. ഏതായാലും അല്ലാഹു നമുക്കിടയിൽ ഐക്യം തരട്ടെ. ഉമർ ഫൈസി ഉസ്താദിനെ ആ നിലക്ക് കുറ്റം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം.